കഥയനുസരിച്ച് കൃഷ്ണൻ മധുരയിലേക്ക് പോയതിനുശേഷം രാധ അദ്ദേഹത്തെ കാണാൻ ദ്വാരകയിലെത്തി. അവിടെ വെച്ച് അവൾ കൃഷ്ണനെ പരിചാരികയായി ശുശ്രൂഷിച്ചു. എന്നാൽ കൃഷ്ണന്റെ ജീവിതത്തിലെ ലീലകളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. ഒരു ദിവസം രാധ ഒരു വനത്തിലേക്ക് യാത്രയായി. അവിടെ വെച്ച് അവൾ കൃഷ്ണനെ വിളിച്ചു. അപ്പോൾ കൃഷ്ണൻ ഒരു പുല്ലാങ്കുഴലുമായി രാധയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാധയുടെ ആഗ്രഹം അനുസരിച്ച് കൃഷ്ണൻ മനോഹരമായി പുല്ലാങ്കുഴൽ വായിച്ചു. ആ സംഗീതത്തിൽ ലയിച്ച് രാധ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. രാധയുടെ വേർപാടിൽ ദുഃഖിതനായ കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ തകർത്ത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. മറ്റൊരു കഥയനുസരിച്ച് ശ്രീകൃഷ്ണന്റെ മരണശേഷം രാധ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. അതിനായി കാളിന്തി നദിയിൽ ഇറങ്ങി ആത്മാഹുതി ചെയ്തു. ആ സമയം ഭഗവാന്റെ അടുക്കൽ നിന്ന് ഒരു വെളുത്ത രഥം വന്ന് രാധയെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു. പൊതുവെ ഭഗവാന്റെ ലീലകളിൽ ലയിച്ച് ആത്മാവ് ഭഗവാനിൽ ലയിക്കുന്ന രീതിയിലാണ് രാധയുടെ മരണം ചിത്രീകരിക്കപ്പെടുന്നത്.